ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. മോർഗേജിനെ സംബന്ധിച്ച് 2 വീഡിയോകൾ ചെയ്യുകയുണ്ടായി. ഒന്നിൽ മോർഗേജ് എന്താണെന്ന് വിശദീകരിച്ചു, മോർഗേജർ, മോർഗേജി, അതുപോലെ തന്നെ മോർഗേജ് മണി, അതുപോലെ മോർഗേജ് ഡീഡ്, ഇവയെല്ലാം എന്താണെന്ന് കാണുകയുണ്ടായി. അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുകയുണ്ടായത് വ്യത്യസ്തമായ മോർഗേജുകളെ കുറിച്ചാണ്. അതിൽ നമ്മൾ പറയുകയുണ്ടായി സിമ്പിൾ മോർഗേജ്, അതുപോലെ തന്നെ മോർഗേജ് ബൈ കണ്ടീഷണൽ സെയിൽ, യൂസഫ്രക്ടറി മോർഗേജ് തുടങ്ങിയിട്ടുള്ള മോർഗേജുകളെ കുറിച്ച് നമ്മൾ ഒരു ധാരണയുണ്ടാക്കി. ഇനി അതിൽ വരുന്ന ബാക്കി മോർഗേജുകളെ കുറിച്ചാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. നേരത്തെ നമ്മൾ കാണുകയുണ്ടായി ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിൽ സെക്ഷൻ 58 ഈ മോർഗേജുകളെ കുറിച്ച് പറയുന്നത്. എ എന്ന് പറയുന്ന നിർവചന പ്രകാരമാണ് എന്താണ് മോർഗേജ് എന്ന് പരാമർശിക്കുന്നത്. അതുപോലെ തന്നെ ബിയിൽ സിമ്പിൾ മോർഗേജ് എന്താണെന്ന് പറയുന്നു. അതുപോലെ തന്നെ സിയിൽ മോർഗേജ് ബൈ കണ്ടീഷണൽ സെയിൽ എന്താണെന്ന് പറയുന്നു. ഡിയിൽ യൂസഫ്രക്ടറി മോർഗേജ് എന്താണെന്ന് പറയുന്നു. അപ്പോൾ അതുവരെയുള്ളതാണ് നമ്മൾ പറയുകയുണ്ടായത്. ഇനി 3 തരത്തിലുള്ള മോർഗേജുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതിൽ അടുത്തതായി വരുന്നത്, അതായത് ബി കഴിഞ്ഞു, സി കഴിഞ്ഞു, ഡി കഴിഞ്ഞു, 3 മോർഗേജുകൾ കണ്ടു കഴിഞ്ഞു. ഇനി 4ാമത് ഉള്ള തരം മോർഗേജിനെ കുറിച്ചാണ് പറയുന്നത്. അതാണ് ഇംഗ്ലീഷ് മോർഗേജ്. ഇംഗ്ലീഷ് മോർഗേജ്, ആ ഇംഗ്ലീഷ് മോർഗേജിൻ്റെ ഒരു പ്രത്യേകത, അവിടെ തീയതിക്ക് വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ മോർഗേജ് എന്താണെന്ന് നമ്മൾ പരാമർശിക്കുകയുണ്ടായി. നമ്മൾ ഒരു പണം കൈപ്പറ്റുന്നതിന് വേണ്ടി നമ്മളുടെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി മോർഗേജ് ചെയ്ത് കൊടുക്കുന്നു, മറ്റൊരാൾക്ക് കൊടുക്കുന്നു. അതാണ് ഈ പറയുന്ന മോർഗേജ് എന്നുകൊണ്ട് അടിസ്ഥാനപരമായി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് നമ്മൾ ഉദാഹരണം പറയുകയുണ്ടായി. ബാങ്കിൽ നിന്ന് നമുക്കൊരു 10 ലക്ഷം രൂപ ലോൺ ആവശ്യമുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ ആ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആ ബാങ്കിന് മോർഗേജ് ചെയ്ത് കൊടുക്കുന്നു. ലോൺ എടുക്കുന്ന നമ്മൾ, അവിടെ നിന്ന് ലോൺ എടുക്കുന്ന നമ്മൾ മോർഗേജറും, അതുപോലെ തന്നെ ബാങ്ക് മോർഗേജിയും, ആ 10 ലക്ഷം രൂപ മോർഗേജ് മണിയുമാണ് എന്നൊക്കെ കാണുകയുണ്ടായി. അത് പറയുന്നത്, വീണ്ടും പറയുന്നതിൻ്റെ കാര്യം, ഇപ്പോഴും ഒരു പുതിയ മോർഗേജിനെ കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ ഈ വീഡിയോ മാത്രം കാണുന്ന ആൾക്ക് ലഭിക്കാൻ വേണ്ടിയാണ്. ഈ ഇംഗ്ലീഷ് മോർഗേജിൻ്റെ പ്രത്യേകത നേരത്തെ സൂചിപ്പിച്ച പോലെ നിശ്ചിത തീയതി പറഞ്ഞുകൊണ്ടാണ് അവിടെ മോർഗേജിൽ ഏർപ്പെടുന്നത്. മോർഗേജിൻ്റെ ഭാഗമായി മോർഗേജർ അയാളുടെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ഈ ചലിക്കാത്ത പ്രോപ്പർട്ടി മോർഗേജിക്ക് കൈമാറുന്നു, ആ വസ്തു കൈമാറുന്നു, ആബ്സല്യൂട്ടായി കൈമാറുന്നു. അവിടെ നിശ്ചിത തീയതി പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്, ഒരു നിശ്ചിത തീയതി പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ആ നിശ്ചിത തീയതിക്കുള്ളിൽ പണം കൊടുത്ത് തീർക്കാതിരുന്നാൽ അത് മോർഗേജിക്ക് ആ ആബ്സല്യൂട്ടാക്കിയ റൈറ്റ് തുടരാൻ കഴിയും. അത് ആബ്സല്യൂട്ടായി നിലകൊള്ളും. അതായത് വസ്തു ഈ പറയുന്ന മോർഗേജിയുടേതായി മാറും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ തീയതി വളരെ പ്രധാനപ്പെട്ടാണ് ഇംഗ്ലീഷ് മോർഗേജിനെ സംബന്ധിച്ച്. ആ തീയതി ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ, പണം കൊടുക്കാമെന്ന് പറഞ്ഞ തീയതി ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ഈ പറയുന്ന മോർഗേജിക്ക് ആ റൈറ്റ് ആബ്സല്യൂട്ടായി മാറും. ഓൾറെഡി ആബ്സല്യൂട്ടാണ്, ഓൾറെഡി കൊടുത്തൊരു വസ്തുവാണ്. അത് പരിപൂർണമായി ആ രീതിയിലേക്ക് മാറും. അതാണ് ഈ പറയുന്ന ഇതിൻ്റെ പ്രത്യേകത. ഇനി മറിച്ച് ഈ സംഖ്യ കൊടുത്ത് തീർക്കുന്ന വർഷം, ഈ പറയുന്ന തീയതിക്കുള്ളിൽ തീർക്കുന്ന വർഷം, ആ ട്രാൻസ്ഫർ ചെയ്ത പ്രോപ്പർട്ടി റീട്രാൻസ്ഫർ ചെയ്യേണ്ട ഒരു സാഹചര്യം വരും. അതായത് ഈ പറയുന്ന ഈ മോർഗേജർക്ക് അത് റീട്രാൻസ്ഫർ ചെയ്യേണ്ട ഒരു ബാധ്യത ഈ പറയുന്ന രീതിയിലുണ്ടായിരിക്കും. അപ്പോൾ മോർഗേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മോർഗേജിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത, അവിടെ തീയതി വളരെ പ്രധാനപ്പെട്ടാണ്. മോർഗേജറിൽ നിന്ന് കൈപ്പറ്റുന്ന വസ്തു, മോർഗേജ് കൈപ്പറ്റുന്ന വസ്തു പണം തിരിച്ച് ലഭിക്കാത്ത പക്ഷം മോർഗേജിക്ക് അത് പൂർണ്ണമായ റൈറ്റോടുകൂടി നിലനിൽക്കും. ഇനി അഥവാ അത് പണം കൊടുത്തു തീർത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ മോർഗേജർക്ക് പണം, ഈ പറയുന്ന വസ്തു തിരിച്ച് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം വരും. ഇതാണ് ഈ പറയുന്ന ഇംഗ്ലീഷ് മോർഗേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മറ്റൊരു മോർഗേജാണ് മോർഗേജ് ബൈ ഡെപ്പോസിറ്റ് ഓഫ് ദ ടൈറ്റിൽ ഡീഡ്സ്. നമുക്കറിയാം, ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, എന്തോ ടൈറ്റിൽ ഡീഡ്സൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടുള്ള മോർഗേജ്. അതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആ ടൈറ്റിൽ ഡീഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്നു,
അതായത് മോഡ്ഗേജിക്ക് ആ ടൈറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് ഇപ്രകാരമുള്ള ഒരു രീതിയിലുള്ള ഒരു മോഡ്ഗേജിൽ ഏർപ്പെടുന്ന സംഗതിയാണ് ഈ പറയുന്ന മോഡ്ഗേജ് ബൈ ഡെപ്പോസിറ്റ് ഓഫ് ദ ടൈറ്റിൽ ഡീഡ്സ്. മദ്രാസ്, അതുപോലെ തന്നെ കൽക്കട്ട, അതായത് മദ്രാസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെന്നൈ, അതുപോലെ കൽക്കട്ട, അതുപോലെ തന്നെ മുംബൈ തുടങ്ങിയിട്ടുള്ള നഗരങ്ങൾ, അതോടൊപ്പം തന്നെ ഈ പറയുന്ന സംസ്ഥാന ഗവൺമെൻറ് ഇപ്രകാരം നോട്ടിഫൈ ചെയ്ത സിറ്റികൾ, ആ സിറ്റികളിൽ ഉള്ള സ്ഥലങ്ങളിലൊക്കെ അത് ഗസ്റ്റിൽ നോട്ടിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഗസ്റ്റിൽ നോട്ടിഫൈ ചെയ്ത സ്ഥലങ്ങളിലെ വ്യക്തികൾക്ക് ഇപ്രകാരം അവരുടെ വസ്തു ഈ പറയുന്ന ഡെപ്പോസിറ്റ് ഓഫ് ടൈറ്റിൽ ഡീഡ്സ് എന്ന തരത്തിൽ ഇപ്രകാരം മോഡ്ഗേജ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, ഈ പറയുന്ന നോട്ടിഫൈഡ് സിറ്റികളിലെ ആളുകൾക്ക് മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ. പക്ഷേ മറ്റൊരു കാര്യം, ഈ പറയുന്ന പ്രോപ്പർട്ടി, ഈ പറയുന്ന ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഈ പറയുന്ന സിറ്റികളിൽ ഉൾപ്പെട്ടതാകണമെന്നില്ല. അത് എവിടെയുള്ള പ്രോപ്പർട്ടി ആയാൽ പോലും, അത് ഇന്ത്യയുടെ ഏത് ഭാഗത്തുള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ പോലും ഇപ്രകാരം മോഡ്ഗേജ് ചെയ്യാനുള്ള അധികാരാവകാശമുണ്ട്. പക്ഷേ ഈ പറയുന്ന ബന്ധപ്പെട്ട കക്ഷികൾ, ഈ മോഡ്ഗേജർ താമസിക്കുന്നത് എവിടെയായിരിക്കണം, ഈ പറയുന്ന നോട്ടിഫൈഡ് സിറ്റികളിലായിരിക്കണം എന്നുള്ളത് വളരെ വ്യക്തമായി വ്യവസ്ഥയപ്പെട്ടിട്ടുണ്ട്. അത് അവിടെയുള്ള ആളുകൾക്കുള്ള പ്രിവിലേജാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള വേറെ എവിടെ പ്രോപ്പർട്ടി ഉണ്ടെങ്കിലും മോഡ്ഗേജിക്ക് ഇപ്രകാരം മോഡ്ഗേജ് ചെയ്ത് മോഡ്ഗേജറെ സംബന്ധിച്ച് ഇപ്രകാരം വസ്തു ഈ പറയുന്ന ഇമ്മൂവബിൾ പ്രോപ്പർട്ടി മോഡ്ഗേജ് ചെയ്തുകൊണ്ട് മോഡ്ഗേജിക്ക് ആ രീതിയിലുള്ള ഒരു നിബന്ധന സൃഷ്ടിച്ചുകൊണ്ട് ഇപ്രകാരം മോഡ്ഗേജ് ചെയ്യാവുന്നതാണ്. അതിനെയാണ് മോഡ്ഗേജ് ബൈ ഡെപ്പോസിറ്റ് ഓഫ് ടൈറ്റിൽ ഡീഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 5 തരത്തിലുള്ള മോഡ്ഗേജുകൾ കാണുകയുണ്ടായി. ഇനി ഒരു അസാധാരണമായ ഒരു മോഡ്ഗേജിനെ കുറിച്ചാണ് പറയുന്നത്. അനോമലസ് മോഡ്ഗേജ് എന്നാണ് എന്നറിയപ്പെടുന്നത്. അനോമലസ് മോഡ്ഗേജ്. ഈ അനോമലസ് മോഡ്ഗേജിൻ്റെ പ്രത്യേകതയായി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പല മോഡ്ഗേജുകളിലും പല രീതിയിലുള്ള നിബന്ധനകൾ നമ്മൾ കാണുകയുണ്ടായി. ഈ നിബന്ധനകൾക്കൊക്കെ വ്യത്യസ്തമായി ഇപ്പോൾ നമ്മൾ 5 തരത്തിലുള്ള മോഡ്ഗേജ് നമ്മൾ കാണുകയുണ്ടായി. സിമ്പിൾ മോഡ്ഗേജ് കാണുകയുണ്ടായി, മോഡ്ഗേജ് ബൈ കണ്ടീഷൻ സെയിൽ കാണുകയുണ്ടായി, യൂസഫ്രക്ടറി മോഡ്ഗേജ് കാണുകയുണ്ടായി, ഇംഗ്ലീഷ് മോഡ്ഗേജ് കാണുകയുണ്ടായി, മോഡ്ഗേജ് ബൈ ഡെപ്പോസിറ്റ് ഓഫ് ടൈറ്റിൽ ഡീഡ്സ് കാണുകയുണ്ടായി. ഇതിലൊക്കെ പറയുന്ന വ്യവസ്ഥകൾക്ക് വ്യത്യസ്തമായ രീതിയിലുള്ള ഈ പറയുന്ന മോഡ്ഗേജുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവം പുലർത്തുന്ന മോഡ്ഗേജിനെയാണ് ഈ പറയുന്ന അനോമലസ് മോഡ്ഗേജ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അതായത് അതിന് ഈ പറയുന്ന മോഡ്ഗേജിൻ്റെ സ്വഭാവങ്ങളൊന്നും ഉണ്ടാകില്ല. അങ്ങനെ വരുന്ന മോഡ്ഗേജുകൾക്കൊക്കെ തന്നെ വ്യത്യസ്ത നിബന്ധനകൾ വരുന്ന മോഡ്ഗേജുകൾക്കൊക്കെ തന്നെ പറയുന്ന ഒരു പേരാണ് ഈ പറയുന്ന രീതിയിലുള്ള അനോമലസ് മോഡ്ഗേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അനോമലസ് മോഡ്ഗേജ് എന്നുള്ളത്. അപ്പോൾ ഈ പറയുന്ന 5 മോഡ്ഗേജുകൾക്ക് പുറമെ വരുന്ന വ്യത്യസ്ത സ്വഭാവം പുലർത്തുന്ന മോഡ്ഗേജുകൾക്ക് പറയുന്ന ഒരു പേരാണ് ഈ അനോമലസ് മോഡ്ഗേജ് എന്ന് പറയുന്ന സംഗതി. അപ്പോൾ നമ്മൾ വ്യത്യസ്തമായിട്ട് 6 മോഡ്ഗേജുകളാണ് ഇപ്പോൾ നമ്മൾ മൊത്തം കാണുകയുണ്ടായത്. മോഡ്ഗേജ് എന്താണെന്ന് കണ്ടു, ഈ പറയുന്ന മോഡ്ഗേജിൽ പെടുന്ന സിമ്പിൾ മോഡ്ഗേജ് കണ്ടു, മോഡ്ഗേജ് ബൈ കണ്ടീഷണൽ സെയിൽ കണ്ടു, യൂസഫ്രക്ടറി മോഡ്ഗേജ് കണ്ടു, ഇംഗ്ലീഷ് മോഡ്ഗേജ് കണ്ടു, മോഡ്ഗേജ് ബൈ ഡെപ്പോസിറ്റ് ഓഫ് ടൈറ്റിൽ ഡീഡ്സ് കണ്ടു, അനോമലസ് മോഡ്ഗേജ് കണ്ടു. ഇത്തരം മോഡ്ഗേജുകളാണ് നമ്മുടെ നാട്ടിൽ വ്യവസ്ഥ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ മോഡ്ഗേജ് എന്ന് പറയുന്ന ഒരു സംവിധാനം തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ വളരെ അനിവാര്യമായ ഒരു സംഗതിയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആളുകളെ സംബന്ധിച്ച് സാമ്പത്തിക ഭദ്രതയുള്ള ആളുകളൊന്നുമല്ല. അവരെ സംബന്ധിച്ച് പ്രകാരം മോഡ്ഗേജിൽ നിന്ന് പണം വാങ്ങുവാനും അതുപോലെ ലോൺ എടുക്കുവാനും ഒക്കെയുള്ള സൗകര്യം ലഭ്യമാകുന്നതാണ്. ആ പണം അടച്ചു വീട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും നമുക്ക് ആ വസ്തു തിരിച്ചെടുക്കുവാനുള്ള നിയമപരമായിട്ടുള്ള അധികാരങ്ങൾ അതിൽ നിലനിർത്തിയിട്ടുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇത്തരം സാമ്പത്തികമായ കൊടുക്കൽ വാങ്ങലുകളൊക്കെ അനിവാര്യമായ ഒരു സാമ്പത്തിക സംവിധാനത്തിൽ തീർച്ചയായിട്ടും മോഡ്ഗേജിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മോഡ്ഗേജുകളെ കുറിച്ച് ഒരു സാമാന്യം അറിവ് നമ്മൾ നേടേണ്ടതുണ്ട്. എല്ലാവർക്കും ഈ വിഷയത്തെക്കുറിച്ച് മോഡ്ഗേജ് എന്നതിൻ്റെ ഡെഫിനേഷനെ കുറിച്ചും നിർവചനത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ മോഡ്ഗേജുകളെ കുറിച്ചും ഒരു സാമാന്യ ധാരണ ലഭിച്ചു എന്ന് കരുതുന്നു. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.